എൻഡിഎയുടെ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നു. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് എൻഡിഎ സ്ഥാനാർത്ഥി അശ്വിനിക്കൊപ്പമാണ് ഇത് നമ്മൾ പോകുന്നത്. അശ്വിനി റെഡിയാണ്. അശ്വിനി, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അശ്വിനി എന്ന് നമ്മൾ അങ്ങനെയല്ല വിളിക്കുക, അശ്വിനി ടീച്ചർ എന്നാ വിളിക്കുക. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ. അശ്വിനി ടീച്ചർ എന്ന് വിളിച്ചോട്ടെ. വിളിച്ചോളൂ. എവിടെയാ പഠിപ്പിച്ചത്? ഞാൻ ബാംഗ്ലൂരിൽ 3 years പഠിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സബ്ജക്ട്? ഞാൻ നഴ്സറി ബ്ലോക്കിന്റെ ഹെഡ് ടീച്ചറാണ്. കിൻഡർ ഗാർഡൻ. അപ്പൊ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിപാലിക്കുന്നത് കൗതുകരമായ കാര്യം. ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന MV ബാലകൃഷ്ണനും മാഷാണ്. NDA സ്ഥാനാർത്ഥിയായ അശ്വിനിയും ടീച്ചറാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ മാഷല്ല, പക്ഷെ മാഷിനെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോ കടുത്ത മത്സരത്തിലുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ? കഴിച്ചില്ല. ലെറ്റ്സ് ഗോ, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അശ്വിനിയെ പോലെ ഒരു ടീച്ചർക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങുകയും മറ്റൊരു ധന്യമായ ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ സ്വാമിച്ചേട്ടന്റെ കട എന്ന് പറയും. അതെ. കട പരിചയമുണ്ടോ? ഇല്ലല്ലോ. പരിചയമുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആണോ? അതെ. വീട് എവിടെയാ? സ്വദേശം? എന്റെ വീട് മഞ്ചേശ്വരം വർക്കാടി പഞ്ചായത്താണ്. മഞ്ചേശ്വരം വർക്കാടി പഞ്ചായത്ത്. അല്ലേ? ഈ കാസർഗോഡുള്ള ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മലയാളവും കന്നഡയും തുളുവും എല്ലാം ഒരുമിച്ച് വരും. അപ്പോ ഞങ്ങൾ ഇന്ന് വേറൊരു കാര്യം പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഈ കട ഒന്ന് കാണാം. അല്ലെ? ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണോ? നല്ലപോലെ ഫുഡിയാണോ ബേസിക്കലി? ഫുഡിയാണ്. ഫുഡി ഐ വോണ്ട് ടു ട്രൈ എവറി ടൈപ്പ് ഓഫ് ഫുഡ്. ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ്. ആണോ? ഇവിടെ ഒരു പ്രത്യേക തരം ഫുഡ് ഉണ്ട്, ഗോളി ഗജ്ജ. അല്ലേ? അതിന്റെ പേര്? ഇറ്റ്സ് നോട്ട് ഗോലി ഗജ്ജ. ഗോളി ബജ്ജ. ഗോലി ബജ്ജ. എന്താ ഗോളി ബജ്ജ? ഗോലി ബജ്ജിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. കാസർഗോഡിന്റെ ഒരു ദേശീയ ഭക്ഷണമാണ്. മാംഗ്ലൂരിന്റെ ദേശീയ ഭക്ഷണമാണ്. മാംഗ്ലൂരിന്റെ വണ്ടർഫുൾ. മംഗലാപുരത്തിന്റെ ഒരു ദേശീയ ഭക്ഷണമാണ് ഗോളി ബജ്ജ. അല്ലെ? അപ്പൊ കാസർഗോഡ് വന്നാൽ ഗോളി ബജ്ജ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ വൈസ്രോയി റെസ്റ്റോറന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്വാമിക്കടയാണ്. ഇതാണ് സ്വാമിക്കട. സ്വാമിക്കട ഒന്ന് വന്ന പുറത്തേക്ക്. നമ്മുടെ NDA സ്ഥാനാർത്ഥിയാണിത്. അശ്വിനി ടീച്ചറാണ്. നമസ്തേ. ഓക്കെ, ഇവിടെയാണോ വോട്ട്? വോട്ട് അഭ്യർത്ഥിച്ചോളൂ. ഒരു മിനിറ്റ്. വന്നോളൂ. വോട്ട് അഭ്യർത്ഥിച്ചോളൂ. എങ്ങനെയാണ് അശ്വിനി ടീച്ചർ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊന്ന് കാണണം. കന്നഡയിലാണോ, മലയാളത്തിലാണോ, തുളുവിലാണോ, തമിഴിലാണോ, ഇംഗ്ലീഷിലാണോ? ഞാൻ ഫസ്റ്റ് അവരോട് ചോദിക്കാം ഏത് ലാംഗ്വേജ് സംസാരിക്കണം പറഞ്ഞിട്ട്. ഏത് ലാംഗ്വേജ് പ്രിഫറബിൾ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഞാൻ NDA സ്ഥാനാർത്ഥിയാക്കിയിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും പിന്നെ പ്രാർത്ഥന എന്റെ ಕೂಡೆ ഉണ്ടാവണേ. ಮಲಯಾಳಂ ಖಂಡಿತ. ಇനി ಕನ್ನಡದಲ್ಲಿ അങ്ങോട്ട് ತಿರುಚಿ പറഞ്ഞേ. ಖಂಡಿತವಾಗಿ ನಮ್ಮ ಓಟು ನಿಮ್ಗೆ ಕೊಡ್ತೇವೆ. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. ನಿಮ್ಮ ಪ್ರೀತಿ ಆಶೀರ್ವಾದ ಯಾವಾಗ್ಲೂ ಸದಾಕಾಲ ಹೀಗೆ ಇರ್ಲಿ ಅಂತ ನಾನು ಕೇಳ್ಕೊಳ್ತೇನೆ. ಕನ್ನಡದಲ್ಲಿ ಇದು ಕನ್ನಡಾണ്. ತುಳುವಿൽ മറുപടി. ನಿಕ್ಲೇಗೆ ಕೊಡ್ಬೇಕು ಎಂಗ್ಲ ಒಟ್ಟು. എനിക്ക് ಮಸ್ತ್ ಖುಷಿಯಾണ്ട് ನಿಕ್ಲ ಪೂರ ಬೆಂಬಲ എന്നൊಟ್ಟಿಗೆ ಉಂಡು ಪಂಡದಕ್ಕೆ ಎಂದು. ಇದು ತುಳು ആണ്. ನಿಖಿಲ್ ಓಟದ ಮುಖಾಮೆ ಹೇಳ್ತಾ ಇದು ಕೊಂಕಣಿയാണ്. കൊങ്കിണി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യോധയിലെ മോഹൻലാലും ജഗതി തമ്മിലുള്ള സീനായിരിക്കും ഓർമ്മ വന്നത്. ഇവിടുന്ന് കന്നഡ, അവിടുന്ന് തുളു, ഇവിടുന്ന് മലയാളം. അല്ലേ?